എജു ജേണി വിത്ത് ജേണക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എലൈൻസ് യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂരിൽ അനേക്കലിലുള്ള എലൈൻസ് യൂണിവേഴ്സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. സോ ഇത് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ പ്രീമിയം ഒരു കോളേജ് ക്യാമ്പസ് ആണ്. ഒരു 60 acres ലാൻഡിൽ ഒരു ഗ്രീൻ ലഷ് ക്യാമ്പസ് ആയിട്ടാണ് എലൈൻസ് യൂണിവേഴ്സിറ്റി വരുന്നത്. അതിനകത്ത് തന്നെ നല്ല അടിപൊളി എസ്തെറ്റിക്കലിയും അതുപോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ള കുറേ ഒരു വൈറ്റ് കളേർഡ് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിങ്സ് ആണ്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം. അപ്പോൾ ഇനി ഏതൊക്കെ കോഴ്സസ് ആണെന്ന് പറയാം. ഇവിടെ വരുന്ന മെയിൻ കോഴ്സസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ സ്റ്റുഡൻസ് സെലക്ട് ചെയ്യുന്നത് ബിടെക് എഞ്ചിനീയറിംഗ് കോഴ്സസും അതേപോലെ തന്നെ ഡിഗ്രി കോഴ്സസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കോഴ്സസ് ആണ്. പ്രത്യേകിച്ച് MBA കോഴ്സസിനൊക്കെ വളരെ ഡിമാൻഡ് ഉള്ള ഒരു ക്യാമ്പസാണ് എലൈൻസ് യൂണിവേഴ്സിറ്റി. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ക്യാമ്പസിൻ്റെ ഒരു വാക്ക് ത്രൂ ഫുൾ കംപ്ലീറ്റ് കാണാൻ പോവുകയാണ്. ഇവിടുത്തെ മെയിൻ ലാബുകൾ ഏതൊക്കെയാണ്, ക്വാളിറ്റി, അവരുടെ ക്ലാസ് റൂംസിൻ്റെ ക്വാളിറ്റീസ്, സോ എവറിത്തിങ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ക്യാമ്പസിലേക്ക് നിങ്ങൾ ഫസ്റ്റ് എൻട്രി ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഞാൻ ഈ കണ്ടതിൽ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തതും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് തന്നെയാണ്. ഇവിടെയാണ് ഓഫീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റിയും ഓഫീസ് ഓഫ് അഡ്മിഷൻസ് എല്ലാം വരുന്നത്. സോ നിങ്ങളൊരു അഡ്മിഷൻ എൻക്വയറിയുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ പർട്ടിക്കുലർ ബ്ലോക്കും അവിടെ ആയിരിക്കും നിങ്ങളുടെ എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. സോ എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രീൻ ലഷ് ഒരു എൻവയോൺമെൻ്റ് ഉള്ള ഒരു ക്യാമ്പസ് ആണെന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫസ്റ്റ് ബിൽഡിംഗ് ആണ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ബിഹൈൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കംപ്ലീറ്റ്ലി ഏതൊരു കോർണറിലേക്ക് നമുക്ക് നോക്കിയാലും ഒരു ഗ്രീൻ ലഷ് തന്നെയാണ് കാണുന്നത്. അതെ, പ്രോപ്പർലി ഒരു കാടിൻ്റെ ഒരു പ്രതീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ വൈറ്റ് കളർ പെയിൻറ്റിൽ നിൽക്കുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ബിൽഡിങ്സും. സോ ഇവിടുത്തെ എടുത്തു പറയേണ്ടത് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. നിങ്ങളിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു. ഇതേ സിമിലർ ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റിയിലാണ് ഇവരുടെ ഓരോ ബ്ലോക്ക്. നമ്മൾ കാണാൻ പോകുന്ന ലൈബ്രറി, അടുത്ത എഞ്ചിനീയറിംഗ്, അതായത് ലേണിംഗ് എക്സലൻസ് ഓഫ് ലേണിങ്ങിൻ്റെ ഒരു 2 ബ്ലോക്കുകളുണ്ട്, ലോയുടെ ബ്ലോക്കുണ്ട്. സോ ഈ ഓരോ ബ്ലോക്കുകളിലേക്ക് വരുമ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അടിപൊളി, അതായത് എക്സ്ട്രാ ഓർഡിനറി ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നില്ല, വി ആർ ഗോയിങ് ടു സി ലൈബ്രറി. ഒരു മാസീവ് ലൈബ്രറി ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്നും റൈറ്റിലേക്ക് പോയപ്പോഴായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പറഞ്ഞ ലൈബ്രറിയുടെ ബ്ലോക്ക്. നിങ്ങൾക്ക് ബിഹൈൻഡിൽ കാണാം ഈ ഒരു മാസീവ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലൈബ്രറി നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ വലുത് തന്നെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
അപ്പോൾ നമ്മുടെ ലൈബ്രറിക്കകത്ത് 2 ഫ്ലോർസ് ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ഡുപ്ലെക്സ് രീതിയിൽ ടെക്സ്റ്റ് ബുക്സ് സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. വളരെ ഒരു വുഡൻ ഫിനിഷിലും വളരെ നന്നായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഡുപ്ലെക്സിൻ്റെ അതിൽ വരുന്ന ആ ഒരു ഫ്ലോറിലാണ് ഡിജിറ്റൽ ലൈബ്രറി സെഷനും അവർ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു റീഡിംഗ് ഹാള് ഇതിൻ്റെ തൊട്ട് മേളിലത്തെ ഫ്ലോറിലായിട്ട്, അതായത് അതിനും മുകളിലൊരു ഫ്ലോറിലായിട്ടൊരു റീഡിംഗ് ഹാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് ബിഹൈൻഡിൽ കാണാം, ഫ്രണ്ടിൽ കാണാം. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു കഫേ ആംബിയൻസ് രീതിയിലാണ് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അകത്ത് റീഡിംഗ് ഹാളിൽ ഇരിക്കുന്നതിനേക്കാൾ മേ ബി ലൈക്ക് ഐ കം ഹിയർ ആൻഡ് ഹാവ് എ റീഡ്. ഓക്കെ, അതാണ് ലൈബ്രറിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഇവരുടെ ലേണിംഗ് എക്സലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എഞ്ചിനീയറിങ്ങിൻ്റെയും സ്കൂൾ ഓഫ് ഡിസൈൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും പോകുന്നത്. നമുക്കങ്ങനെ അലയൻസ് യൂണിവേഴ്സിറ്റി വന്നപ്പോഴത്തേക്ക് ഒരു മലയാളി സ്റ്റുഡൻറ്റിനെ കിട്ടാനായിട്ട് ഇടയായി. എന്താണ് പേര്? എൻ്റെ പേര് ഏഞ്ചല്. നാട്ടിലെവിടെയാ? അങ്കമാലിയിൽ. ഓക്കെ. സോ ഇപ്പം ഏത് ഇയർ ആണ് ഇവിടെ പഠിക്കുന്നത്? ഇപ്പം സെക്കൻഡ് ഇയർ തുടങ്ങി അല്ലേ? കോഴ്സ് BBA. ഓക്കെ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, സോ ലാസ്റ്റ് ഒരു 1 ഇയറിലെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് സാറ്റിസ്ഫൈഡ് ആണോ, സന്തോഷമാണോ, എന്താണ്? I'm very satisfied. ഈ കോളേജ് വെച്ചിട്ട് all the faculties, all the studies, even the campus alum is very satisfying. Okay, so how is your faculty relationship? അല്ലെങ്കിൽ ഫാക്കൽറ്റി പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലൈക്ക് ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് ലഭിക്കുന്നത്? അത് is like very good. See, ഇവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് is more on based on case studies and ഓരോ കമ്പനീസ് റിലേറ്റഡ് ആയിട്ടാണ്, നോട്ട് ബുക്ക് ബേസ്ഡ്. സോ ഇറ്റ്സ് ലൈക്ക് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. ക്ലാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, ഇന്ററാക്റ്റീവ് ആണ്, വളരെ ലൈക്ക് അതുകൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? ഓക്കെ, സോ എങ്ങനെയാണ് ആക്ച്വലി ഈ പർട്ടിക്കുലർ കോളേജിനെ കുറിച്ച് അറിഞ്ഞത്? വെൻ യു ജോയിൻഡ്? ഞാൻ ഇത് അറിഞ്ഞത് ത്രൂ ഗൂഗിൾ. പക്ഷെ എൻ്റെ ഒരു സീനിയർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സീനിയറിനോട് ചോദിച്ചിരുന്നു, അവരും ഒരു നല്ല റെസ്പോൺസ് ആണ് തന്നത്. ഓക്കെ, സീനിയറിൻ്റെ അടുത്ത് നിന്ന് ഒരു സർട്ടിഫിക്കറ്റ്സ് കിട്ടിയല്ലേ? ഓക്കെ, ഗ്രേറ്റ്. സോ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്, സോ യു ഹാഡ് എ 1 year, right? Yes. So favorite moment അല്ലെങ്കിൽ ഒരു favorite spot, something inside campus or outside campus you can mention? ഇവിടെ ഫേവറേറ്റ് സ്പോട്ട് ഇൻസൈഡ് ക്യാമ്പസ് എന്ന് വെച്ചാൽ ഇസ് എ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഈവനിങ്സ് ഒക്കെ അവിടെ ചെന്നിരിക്കുന്നത് ലൈക്ക് വെരി പീസ്ഫുൾ. പിന്നെ ഔട്ട്സൈഡ് ക്യാമ്പസ് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷന് പോകുന്നത് ഇസ് ലൈക്ക് എ റിയലി നൈസ് തിങ്. അവിടെ പുറത്ത് പോയിട്ട് എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, പെർഫെക്റ്റ്. സോ താങ്ക് യു മീറ്റ് ചെയ്തതിന് സന്തോഷം. കാണാം. അലയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിരവധി കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ട്, ബിസിനസ് കോഴ്സസ് ഉണ്ട്, ലോയുടെ കോഴ്സസ് ഉണ്ട്, ഡിസൈൻ്റെ കോഴ്സസ് ഉണ്ട്, മീഡിയ റിലേറ്റഡ് അതായത് ജേർണലിസം, മീഡിയ റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്. സോ ഇത്രയും പർട്ടിക്കുലർ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് കോഴ്സസ് ആണുള്ളത്. ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ലേണിംഗ് സെൻറ്റർ 2 എന്ന ബ്ലോക്കാണ്. LC2 എന്ന് ഇവർ വിളിക്കും. ആ ഒരു ബ്ലോക്കിലേക്കായിരിക്കും പോകുന്നത്. സോ ആ ബ്ലോക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എൻജിനീയറിങ്ങിൻ്റെ കോഴ്സസും അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഡിസൈൻ ആൻഡ് മീഡിയ അതിൻ്റെയും കോഴ്സസ് ആണ് കാണാനായിട്ട് പോകുന്നത്. സോ എൻജിനീയറിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാമ്പസിൽ 10 ഡിഫറെൻറ്റ് സ്ട്രീംസ് അല്ലെങ്കിൽ 10 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് BTech എൻജിനീയറിങ് അവൈലബിൾ ആണ്. അത് വന്നിട്ട് എയറോസ്പേസ് എൻജിനീയറിങ് വളരെ ലൈക്ക് ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും സ്റ്റുഡൻസ് ആണെങ്കിൽ സെലക്ട് ചെയ്യുന്നതുമായിട്ടുള്ളതൊന്നാണ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. അതിൽ ഏവിയോണിക്സ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, പ്രൊപ്പൽഷൻ സിസ്റ്റംസ് മുതലായവ വരുന്നു. അത് കൂടാണ്ട് പിന്നെ വന്നിട്ട് AI ആൻഡ് ഡാറ്റാ സയൻസ്, അതേപോലെ AI ആൻഡ് ML, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. സോ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പീരീഡ് ഓഫ് എഡ്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള കോഴ്സസും കൂടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. സോ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. സോ ഒരു BTech ഗ്രാജുവേഷൻ ഡിഗ്രി AI ആൻഡ് MLലും അതേപോലെ തന്നെ AI ആൻഡ് ഡാറ്റാ സയൻസിലും ഇവിടെ അവൈലബിൾ ആണ്. സോ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നേരെ അങ്ങോട്ടേക്ക് പോകാം. എല്ലാ ലാബുകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാബുകളും ഒന്നും കാണിക്കത്തില്ല. ഞാൻ ഏറ്റവും വളരെ ലൈക്ക് ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ലാബാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഗോ. അപ്പോൾ നമ്മളിപ്പം ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ ബ്ലോക്കിൻ്റെ നടുക്ക്, അതായത് സെൻട്രൽ പോർഷനിലാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഒരു പോണ്ട് കാണാനായിട്ട് പറ്റും. പിന്നെ അവർ എസ്തെറ്റിക്കലി എങ്ങനെയാണ് ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിൽ 6 ഡിഫറെൻറ്റ് ഫ്ലോർസിൽ
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബിടെക്കിൻ്റെ എല്ലാ കോഴ്സുകളും വരുന്നു. അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഡിസൈൻ, അതേപോലെ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് ആനിമേഷൻ്റെ 2-3 കോഴ്സുകളുണ്ട്. അതിൻ്റെയുമാണ് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. സോ ഓരോ ഫ്ലോറിലും ഒരു 4 ലാബുകളും അതിനോടൊപ്പം ബാക്കിയുള്ള ലൈക്ക് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന ഒരു 4 ലാബുകളാണ് ഞാൻ ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് എയറോസ്പേസ്, ബിടെക് ഇൻ എയറോസ്പേസ് അല്ലെങ്കിൽ ഏവിയോണിക്സിൻ്റെ ഒരു ലാബ് ഉണ്ട്. അത് വന്നിട്ട് ഒരു മോക്ക് ഡോക്കാണ്. മോക്ക് ഡോക്ക് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ കോക്പിറ്റ് കാണാനായിട്ട് സാധിക്കും. ഒരു ഫ്ലൈറ്റിൻ്റെ പ്രോപ്പർ കോക്പിറ്റ് എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടാണ്ട് മീഡിയയുടെ ഒരു ലാബും മറ്റും കാര്യങ്ങളുമാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എയർബസ് A320 നിയോ എന്ന് പറഞ്ഞൊരു മോഡൽ ഫ്ലൈറ്റിൻ്റെ അതിൻ്റെ സെയിം സിമുലേറ്റർ അല്ലെങ്കിൽ സെയിം ഒരു കോക്പിറ്റ് വ്യൂ ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു കോക്പിറ്റ് വ്യൂ മാത്രമല്ല, പ്രോപ്പർലി ഒരു സിമുലേറ്റർ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരൊരു കർവ്ഡ് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എങ്ങനെയാണോ ലൈക്ക് റിയൽ ലൈഫിൽ ഒരു ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അത് ഇവിടുത്തെ സ്റ്റുഡൻസിനെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അതൊന്ന് ഫെമിലറൈസ് ചെയ്യിക്കാനായിട്ടാണ് അവർ ഈ ഒരു പർട്ടിക്കുലർ മോക്ക് കോക്പിറ്റ് അല്ലെങ്കിൽ മോക്ക് ഡോക്ക് ആയിട്ടുള്ള മോക്ക് കോക്പിറ്റ് അവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് വളരെ ലൈക്ക് എഫക്റ്റീവായിട്ട് സ്റ്റുഡൻറ്റിനൊരു ഭയങ്കര എക്സ്പോഷർ കിട്ടും. ഇനി ഏതൊക്കെ സ്റ്റുഡൻസ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് ഇൻ എയറോസ്പേസ്, അതിൽ തന്നെ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഏവിയോണിക്സ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, അതേപോലെ തന്നെ പ്രൊപ്പൽഷൻ ഡിവൈസസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷനുള്ള എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ലാബ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മോക്ക് കോക്പിറ്റ് യൂസ് ചെയ്യുന്നത്. സോ വളരെ ലൈക്ക് എല്ലാ കൺട്രോൾസ് ആണെങ്കിലും എല്ലാ രീതിയിലും അവർ കംപ്ലീറ്റ്ലി എങ്ങനെയാണോ റിയൽ ടൈമിൽ വെച്ചിരിക്കുന്നത് അതേ തന്നെ കാര്യങ്ങളാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡും ഇതിൻ്റെ ലൈക്ക് എവറിത്തിങ്, ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് റഡാറും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു വളരെ ഒരു എടുത്തു പറയേണ്ട ഒരു എമിനിറ്റിയാണ്. ബിക്കോസ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുമായിട്ട് കൂടുതൽ എക്സ്പോഷർ അല്ലെങ്കിൽ കൂടുതൽ പുസ്തകത്തിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കാണുന്നത് മാത്രമല്ല, ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത് മാത്രമല്ല, റിയൽ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു അമ്യൂണിറ്റിയാണ്. നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്ത മറ്റൊരു ലാബാണ് മീഡിയ ലാബ്. മീഡിയ ലാബ് യൂസ് ചെയ്യുന്നത് സ്കൂൾ ഓഫ് ഡിസൈനിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് ആനിമേഷനിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, ആ പർട്ടിക്കുലർ കോഴ്സസ് ഒരു 3 കോഴ്സസ് വരും. ആ കോഴ്സസ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് മീഡിയ ലാബ് ഉപയോഗിക്കാൻ പറ്റുന്നത്. മീഡിയ ലാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്ന എൻറ്റയർ തിങ് ലൈക്ക് ഈച്ച് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, അതായത് ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ, ഗ്രൂമിങ് സെഷൻ, ഗ്രീൻ റൂം, എൻറ്റയർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. സോ നമുക്ക് മീഡിയ ലാബിലേക്ക് കറക്റ്റ് കയറി എന്താണെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യും. സോ നമുക്ക് ഇപ്പം ഈ ഒരു മീഡിയ ലാബിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഒരു പ്രൊഡക്ഷൻ റൂം കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആയിരിക്കും കംപ്ലീറ്റ് ലൈക്ക് വീഡിയോയും ഓഡിയോയും ഒരു പർട്ടിക്കുലർ രീതിയിൽ എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ എഡിറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ കട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രൊഡക്ഷൻ റൂം. പ്രൊഡക്ഷൻ റൂമിൽ നിന്നുമാണ് ഫൈനലായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഫൈനലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വരുന്നത്. സോ അതിന് മുന്നേ ഉള്ള 2 കാര്യങ്ങൾ നടക്കുന്നതാണ് ഓഡിയോ എഡിറ്റ് സ്യൂട്ടും വീഡിയോ എഡിറ്റ് സ്യൂട്ടും നമുക്ക് കാണാം. ഇനി ഈ ഓഡിയോ എഡിറ്റ് സ്യൂട്ടിലും വീഡിയോ എഡിറ്റ് സ്യൂട്ടിലേക്കും പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടല്ലേ, ആ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ഭാഗമാണ് എൻ്റെ ബിഹൈൻഡിൽ കാണുന്നത്. ഇവിടെ ഒരു ഗ്രീൻ സ്ക്രീൻ ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ വേറൊരു സ്പേസ് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ സെഷന് പറ്റുന്ന തരത്തിലൊരു സ്പേസ് ഉണ്ട്. അപ്പം അത് ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു റൂമാണ് PCR. ഈ PCR പോലെ തന്നെ PCR റൂമിൽ നിന്നും കാര്യങ്ങൾ എന്ത് ചെയ്യും, ക്രൂ മെമ്പേഴ്സ് ഇതിനെ മാനേജ് ചെയ്യും. ആ സമയത്ത് ഇതിനകത്ത് ചെല്ലേണ്ടവർ, അതായത് ഷൂട്ടിനകത്ത് പ്രസൻറ്റ് ചെയ്യേണ്ട വ്യക്തികൾക്ക് ഒരുങ്ങാനായിട്ടും അവർക്ക്
റെഡി ആകാനായിട്ടുള്ള ഒരു ഗ്രീൻ റൂം സെഷൻ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. We got some students who studies in Alliance University. Hi. Hi, I'm Indrakshi. I'm from Calcutta. I'm a BB student. Okay. So, what's your I'm name? Nisarga. I'm from Karnataka, Hassan. From Hassan. Okay. Hi, I'm Adi. I'm from Himachal Pradesh. From Himachal Pradesh. So three friends from three different places, right? Okay. So I have some questions. So first questions will be like, what made you to choose this particular campus? Okay, so it was pretty much decided that I'll do BBA. Okay. And I was going through colleges in Bangalore because Bangalore is a place where basically the IT sector is. Okay. So when I was going through colleges, I found Alliance to be the one. And it has a pretty good campus. The reviews which I have heard, the learning experience which student had, the campus experience which student had was amazing. So when I came over here, it was very same. So Okay. my experience was pretty good. Okay. Great. Yeah. What about you? I heard about Alliance from a friend, and as soon as I saw the campus, I fell in love with it. And the infrastructure is great, and also we have professors who have graduated from IITs and few Ivy League colleges as well. That was a deciding factor for me. Okay. Great. So what about you? I have been in Bangalore since 2009 and I had a few reasons of choosing Alliance. One being that it is near my house and I can go up and down daily. Other being I had a few of my class 12 batchmates who were here Okay. and that was very enjoyable with them. Okay, great. Next question will be like, I have a general question. So you guys had a more than 1 year experience in this particular campus, right? Right. Okay. So could you please mention any favorite moment or any favorite spot or any favorites which you had inside campus or outside campus during this particular time period? Right. So my favorite spot is definitely the library stairs, and because Bangalore is like a super windy place. So in the evening we can hang out with our friends and it's very windy. Okay. So I like it, and my favorite experience, and it was also a very proud moment for me when I became the brand ambassador of the college. So if you have any questions, you can definitely go to the Alliance website and you can search by my name. My name is Indrakshi, as you people know. Okay. So you can, if you have any questions, you can just drop down. We'll be having a I'll query. answer, yeah. Okay, I'll great. answer. So Yeah, for me, my favorite spot is actually the cricket ground. It's Cricket a lawn. ground, okay. Yeah, it's lawn ground. It's very peaceful to lay down over there. okay. And college conducts fest for every single festival, and also some other things as well. So the fest years are mind blowing. So those things are very enjoyable. Very enjoyable. Okay. I have two memorable Moments. events here at okay. Alliance. So one being when I represented Alliance in one of the external events where our team won the best team award. Okay. And that was a very proud moment for me and for my university. Along with that, I have been very active in organizing events. So that has been a wonderful time hanging out with others during the event and post and pre-event as well. Oh, okay, great. So I think you got a good leadership quality, right? Yes, I Okay. So 3 different answers we got, 3 different favorite places, favorite spots, and like when you are mentioning about library, I too love libraries outside that particular area. It's actually like familiarized to like similar to some cafe ambience or something. Definitely. Yeah. Okay. So happy to see you all. Okay. It's nice meeting Yeah. you. So be a proud. What you call Alliance? Alliance. Alliancians. Yeah. Oh, okay. Be a proud Alliancians. Okay. Yeah, Bye. always. Oh, thank you. അപ്പോൾ നമ്മൾ മീഡിയ ലാബ് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു എസ്തെറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ആംബിയൻസ് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ബിഹൈൻഡിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ബിസിനസ് ഇൻക്യുബേറ്റർ സെൻ്ററാണ്. ബിസിനസ് ഇൻക്യുബേറ്റർ സെൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ ഐഡിയയെ മറ്റ് ബിസിനസ് തരമാക്കി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമാക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ കുഞ്ഞു പോഡ്സും അല്ലെങ്കിൽ കുഞ്ഞു ക്യാപ്സ്യൂളായിട്ടുള്ള കുറച്ച് പ്ലേസസ് അവർ തരുന്നുണ്ട്. അതിൻ്റെ അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം തരുന്ന ലെക്ചർ മീറ്റിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റൂംസ് വളരെ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അപ്പുറം ഇപ്പുറം ഉള്ള സ്ഥലങ്ങൾ ലെഫ്റ്റിലും റൈറ്റിലും കാണാൻ പറ്റുന്നത് ലെക്ചർ ഹാളുകളാണെങ്കിൽ സെപ്പറേറ്റ് ഓരോ പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇവിടെ ആണെങ്കിൽ ആക്ച്വലി റൂംസ് അവർ കൺസ്ട്രക്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് അവർ സെർവ് ചെയ്യുന്നത്.
അപ്പം ഞാൻ അവിടെ പറഞ്ഞു നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഐഡിയയെ റീഫോം ചെയ്ത് അതിനൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ കംപ്ലീറ്റ് പ്രൊഡക്റ്റായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. സോ എൻ്റെ ബിഹൈൻഡിൽ നിങ്ങൾ കാണുന്നത് അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിൻ്റെ മേക്കർ സ്പേസ് എന്ന് പറഞ്ഞ 2 ലാബുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിനെ ഞങ്ങൾ എൻജിനീയറിംഗ് ലാംഗ്വേജിൽ ഫാബ്രിക്കേഷൻ ലാബ് അല്ലെങ്കിൽ ഫാബ് ലാബ് എന്നാണ് വിളിക്കുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗുകാർക്കും ഇത് ഉപയോഗിക്കാം. എന്നാൽ കൂടുതലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോട്ടോടൈപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് വരുന്നതിനാണ് അവരാണ് ഉപയോഗിക്കുന്നത്. സോ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്നത് 3D പ്രിൻറ്റിങ്. എക്സാമ്പിൾ ഓഫ് അഡിറ്റീവ് മാനുഫാക്ചറിങ് ആണ് 3D പ്രിൻറ്റിങ്. സോ ആ ഒരു പ്രൊഡക്റ്റിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു സാധനത്തിലേക്ക് എന്തെങ്കിലും മറ്റു സാധനം ആഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ. മേക്കർ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് ലേസർ കട്ടിങ് മെഷീനുണ്ട്. അങ്ങനെ നിരവധി മെഷീൻസും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സപ്പോസ് ഒരു കാറിൻ്റെ മോഡലാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു 3D പ്രിൻറ്റിങ്ങും മെത്തേഡ് വഴിയും മേക്കർ സ്പേസിലെ ലാബ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കംപ്ലീറ്റ് ഫെസിലിറ്റിയും അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ എടുത്ത് കാണിക്കുന്ന ഒരു ലാബാണ് ആപ്പിൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതായത് ഒരു ട്രെയിനിങ് സെൻ്ററാണ്. അത് ഇവരുടെ കംപ്ലീറ്റ്ലി ലൈക്ക് ഈ ഒരു പർട്ടിക്കുലർ റൂമിനകത്തുള്ള എല്ലാ സിസ്റ്റവും പുതിയ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ലൈക്ക് ആപ്പിളിൻ്റെ മേ ബി ലൈക്ക് iMac ആകാം അല്ലെങ്കിൽ മാക്ബുക്ക് ആകാം. സോ ആപ്പിളിൻ്റെ തന്നെ ഒരു ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്ററാണ് ഇവിടെ വരുന്നത്. ഇവരിതിനെ മാക് ലാബ് എന്ന് വിളിക്കുന്നു. സോ ഇത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അടുത്തത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ലേണിംഗ് സെൻറ്റർ 1 അല്ലെങ്കിൽ LC1 എന്ന് പറഞ്ഞ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് വളരെ ലൈക്ക് ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ഒരു വലിയൊരു ഡോം, അതിന് ചുറ്റുമായിട്ട് അതായത് സർക്കുലറായിട്ടാണ് ഇതിൻ്റെ പാത്വേ. അതായത് ഇതിൻ്റെ നടുക്കിൽ നിന്നും ഏതൊരു ഭാഗത്തേക്കും ഏതൊരു ക്ലാസ്സിലേക്കും നിങ്ങൾക്ക് സുഗമമായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പൂവൊക്കെ നിൽക്കുന്നത് പോലെ ചുരുക്കി പറഞ്ഞാൽ. സോ ഇവിടെ വരുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അതായത് സ്കൂൾ ഓഫ് ബിസിനസ്സും സ്കൂൾ ഓഫ് ലോയും, ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോഴ്സുകളും, അതേപോലെ തന്നെ അതിനോടൊപ്പം ലോപരമായിട്ടുള്ള സ്കൂൾ ഓഫ് ലോയിൽ വരുന്ന കോഴ്സസുമാണ് ഈ ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ബ്ലോക്കിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ LC1 ആ ഒരു ബ്ലോക്കിൻ്റെ സെൻറ്റർ പോർഷനിലാണ് നിൽക്കുന്നത്, സെൻറ്റർ പാർട്ടിലാണ്. നിങ്ങൾക്ക് കാണാം അത് എന്ത് രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ലൈക്ക് വളരെ ഒരു പഴമ അല്ലെങ്കിൽ ഒരു വുഡൻ ഫിനിഷൊക്കെ കൊടുത്ത് പഴമ പ്ലസ് നാച്ചുറൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള നമ്മുടെ ഓൾഡ് കൈൻഡ് ഓഫ് ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വളരെ ലൈക്ക് ഒരു പാരമ്പര്യം ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യം കാണിക്കുന്ന തരത്തിലെ ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ 5 ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് BBA, അതേപോലെ 4 ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് BCom, ഇനി അത് കൂടാണ്ട് 7 ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് MBA. ഈ പർട്ടിക്കുലർ കോഴ്സസ് ആണ് വരുന്നത്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് PGDM-ഉം അതേപോലെ തന്നെ PhD മറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളുമാണ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സ്കൂൾ ഓഫ് ലോയെ കുറിച്ച് പറഞ്ഞാലോ, സ്കൂൾ ഓഫ് ലോയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് BA LLB ഉണ്ട്, BBA LLB ഉണ്ട്, അതേപോലെ തന്നെ അത് കൂടാണ്ട് ബാച്ചിലർ ഓഫ് ലോയും മാസ്റ്റർ ഓഫ് ലോയും PhDയും ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ഈ പർട്ടിക്കുലർ കോഴ്സസ് എല്ലാം ഇവിടുത്തെ അലയൻസ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. സോ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് വളരെ വിശ്വസ്തയോടുകൂടെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ ബ്ലോക്സ് ഒക്കെ കഴിഞ്ഞ്, അതായത് അക്കാഡമിക് ബ്ലോക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മറ്റൊരു ബ്ലോക്ക് സ്റ്റുഡൻസ് ആക്ടിവിറ്റി സെൻറ്റർ. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡൻസ് ആക്ടിവിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൻ്റെ ഒത്ത നടുക്ക് ഒരു സെൻറ്ററിൽ ഇത്രയും അമ്യൂണിറ്റീസ് ഉൾപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് കാണുന്നത്. സോ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജിംനേഷ്യം, അതേപോലെ തന്നെ മ്യൂസിക് റൂം, ഡാൻസ് റൂം. സോ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് അലയൻസ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പർട്ടിക്കുലർ അമ്യൂണിറ്റീസ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അതായത് ഏറ്റവും അപ്പർ ഫ്ലോറിലായിട്ട് ഒരു ഇൻ ക്യാമ്പസ് ഒരു റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റിയും കൂടെ അവർ കൊടുക്കുന്നുണ്ട്. സോ അക്കാഡമിക് കരിക്കുലർ ആക്ടിവിറ്റീസിനോട് കൂടെ അതിനോടൊപ്പം എൻ്റർടൈൻമെൻറ്റിനും അതുപോലെ എന്നുണ്ടെങ്കിൽ അവരുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള സ്പേസും കോളേജ് അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വളരെ ഉത്തമ ഉദാഹരണമാണിത്.
ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി വരുന്നത് സ്റ്റുഡൻസിൻ്റെ ഒരു ഹോസ്റ്റൽ ഏരിയയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫുഡ് കോർട്ടാണ്. സോ ഇവിടുത്തെ കറക്റ്റ് ലൈക്ക് സ്റ്റുഡൻസിനെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്രോപ്പർ നല്ല ലൈക്ക് ക്ലെൻലിനെസ്സോട് കൂടെ നല്ല രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത്. കാര്യം ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാൻ ഇവിടെ നിന്നായിരുന്നു ട്രൈ ചെയ്തത് ആൻഡ് ഐ ആം സോ സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ ഫുഡ് കോർട്ടിൻ്റെ ഈ ഒരു ബ്ലോക്കിൽ ഡൈനിങ് ഹാൾസ് വരുന്നു, ഒരു ലോണ്ട്രി ഏരിയ വരുന്നുണ്ട്, അത് കൂടാണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. ഇവിടുത്തെ ഹോസ്റ്റലേഴ്സ് അത് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മുഴുവൻ കാണുന്ന ബിൽഡിങ്സ് എന്ന് പറയുന്നത് ഗേൾസ് ഹോസ്റ്റലാണ്. അതേപോലെ ഹോസ്റ്റൽ ഓരോരോ ജസ്റ്റ് ബ്ലോക്കുകളായിട്ടാണ് ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഹോസ്റ്റലേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഇതിനകത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഇത്രയും ദൂരം നടന്ന് അല്ലെങ്കിൽ ക്യാമ്പസിന് വെളിയിൽ പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യകതയില്ല. അങ്ങനെ നമ്മൾ അലയൻസ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലെ മെയിൻ ക്യാമ്പസ് ആണെന്ന് നമ്മൾ കണ്ടത്. ഒരു ഓവറോൾ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ട് സാധിച്ചു. എന്തൊക്കെ കോഴ്സസ് ആണ്, അതേപോലെ തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ലാബുകളും അല്ലെങ്കിൽ എല്ലാ ലാബുകളും എല്ലാ അമ്യൂണിറ്റീസിനും നല്ല ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റും അതല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയതായിട്ടുള്ള ലാബ് ഫെസിലിറ്റീസും മറ്റ് അമ്യൂണിറ്റീസും കാര്യങ്ങളുമാണ് നിങ്ങളെ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്കറിയാം, മനസ്സിലായി. ഇനി ഇതിൽ കൂടുതൽ അറിയണം, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ജാനക്സ് ടീമുണ്ട്. അസിസ്റ്റൻസിനായിട്ട് കംപ്ലീറ്റ് നമ്മുടെ ടീം അവൈലബിൾ ആണ്. സോ പ്രോപ്പർലി എന്ത് തരത്തിലെ ഡൗട്ട് ആയിക്കോട്ടെ, ഏത് തരത്തിലെ കോഴ്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് അലയൻസിൻ്റെ ഈ പർട്ടിക്കുലർ മെയിൻ ക്യാമ്പസിലേക്കുള്ള ആക്സസിബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ആക്സസിബിലിറ്റി വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്താം? ഓക്കെ, ചന്താപുരയിൽ നിന്നും ചന്താപുര ആനക്കൽ റോഡിലാണ് ഈ പർട്ടിക്കുലർ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. സോ ചന്താപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ. ഇനി ചന്താപുര എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൊസൂർ റോഡ്, അതായത് ഹൊസൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി. ഇനി നാട്ടിൽ നിന്ന് ബസ്സിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചന്താപുരയിൽ ബസ് നിർത്തും. ഹൊസൂർ കഴിഞ്ഞ് മടിവാളയിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പോകുന്ന വഴി, അതിന് മുന്നോടിയായിട്ട് ചന്താപുരയിൽ സ്റ്റോപ്പ് ഉണ്ട്. സോ അവിടെ നിന്ന് 10 മിനിറ്റ്സ് മാത്രം നിങ്ങൾക്ക് ആ ഈ പറഞ്ഞ പർട്ടിക്കുലർ റോഡിൽ വന്നാൽ മാത്രം മതി. ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോർഡ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മജസ്റ്റിക് KSR റെയിൽവേ സ്റ്റേഷനിൽ ബോർഡ് ചെയ്ത് അവിടെ നിന്നും നിങ്ങൾക്ക് വരാൻ പറ്റും. സോ ആക്സസിബിലിറ്റിയുടെ കാര്യത്തിൽ ലൈക്ക് കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ഒരു സ്പേസ് തന്നെയാണ്. ഇതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു 2 ലൈൻ ഉള്ള ഒരു ഈ പർട്ടിക്കുലർ ഞാൻ പറഞ്ഞ തരത്തിൽ ആനക്കൽ ചന്താപുര മെയിൻ റോഡാണ്. സോ ആക്സസിബിലിറ്റിയും പെർഫെക്റ്റ് ആണ്. സോ ഇനി എന്താണോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടത്, അല്ലെങ്കിൽ ഇനി പർട്ടിക്കുലർ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഡീപ്പ് വീഡിയോ വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ അമ്യൂണിറ്റീസിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റിൽ നമ്മളെ അറിയിക്കുക. സോ എജു ജേർണി വിത്ത് ജാനക്സ് ഇസ് റോളിംഗ്. ബൈ, സീ യു.